ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ 176 സബ്സ്ക്രൈബേഴ്സായി. വളരെയധികം നന്ദി. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന്, എന്നെ എത്രയധികം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന് വളരെയധികം നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എനിക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 14th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തില്ല, ഞാൻ ചേട്ടൻ ടൗണിലുള്ള കാരണം ഞാൻ എൻ്റെ ഓഫീസിൽ വണ്ടി വെച്ചിട്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലണേ കേട്ടോ. ചേട്ടൻ പുത്തമ്പള്ളിയുടെ ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ചേട്ടൻ പുത്തമ്പള്ളിയുടെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞാനപ്പോൾ ചേട്ടനെ തപ്പി പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നിന്നിട്ടതിന് ശേഷമാണ് എനിക്ക് ഓട്ടോറിക്ഷ കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വണ്ടി എടുത്ത് പോയാലോ, പക്ഷേ വണ്ടി എടുത്ത് പോയിട്ട് എവിടെ പാർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ടൗണിലേക്ക് അങ്ങനെ വണ്ടി എടുത്ത് തുടങ്ങിയിട്ടില്ല. പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ടില്ല. വണ്ടി എടുക്കുന്ന വെച്ചാലും എനിക്കങ്ങനെ പാർക്കിങ് കാര്യങ്ങളൊന്നും പുത്തമ്പള്ളിയുടെ ഭാഗത്തൊക്കെ ഭയങ്കര എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് എത്തിയിട്ട് അവിടെ എവിടെ പാർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാത്ത കാരണം ഞാൻ ചെയ്തില്ല. പിന്നെ ശക്തൻ എത്തിയപ്പോൾ ഒരു നല്ല അടിപൊളി കാര്യം കണ്ടു. നമ്മുടെ പോലീസ് മാമ ചെറുതായി ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് പോലീസ് മാമനെ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് മാമനെ ഫോട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബൈക്കുമ്പോൾ പോകുന്നത് ഹെൽമെറ്റ് ഇല്ലാത്തവരെ സുഖമായിട്ട് ആൾ നമ്പർ ഒന്നും എഴുതില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ പെറ്റി സഹിതം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഇറങ്ങി ഷോപ്പിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ കേരള ഹൗസിലേക്കാണ് ഇന്ന് പോയത് കേട്ടോ. കേരള ഡോൾ ഹൗസിൻ്റെ കേരള ഹൗസിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് എന്താ പറയുക, കണ്ടില്ലേ, ഫുട്ബോളിൻ്റെ ഇതാണ് ഫുള്ള്. മെസ്സി, അർജൻറ്റീന, എന്തൊക്കെയോ കുന്ത്രാണങ്ങൾ, പോർച്ചുഗൽ, അങ്ങനെ കുറേ ടീമുകളുടെ കുറേ കാര്യങ്ങൾ കണ്ടു. അതേപോലെ ഫുട്ബോൾ താരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ആരാണെന്നൊന്നും എനിക്കറിയാത്ത കാരണം ഞാൻ അവരെ കുറിച്ച് അധികം ആധികാരികമായിട്ടൊന്നും പറയാൻ പോകില്ല. അപ്പോൾ അതെ ഞങ്ങൾ കയറി ചെന്ന ബസ് തന്നെ അതേ കണ്ടില്ലേ, അവിടെ എപ്പോൾ നോക്കിയാലും അതെ, എപ്പോൾ ചെന്നാലും ഏതാ വിശേഷം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും. ഇലക്ഷൻ ടൈം ആണെങ്കിൽ ഇലക്ഷൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ കാര്യം ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെന്നത് വേറെ ഒന്നുമല്ല, വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ അവർക്ക് ജസ്റ്റ് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്നു, കുറച്ച് ബലൂണും ഇതൊക്കെ മേടിച്ചു. അതുകൂടാതെ 14th ആയ കാരണം അമ്മയ്ക്കൊരു ആഗ്രഹം, കേക്ക് ഞങ്ങൾ എല്ലാ കൊല്ലം കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്പർ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 40 എന്നുള്ളൊരു ക്യാൻഡിലൊക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറിയുടെ ബ്രോഷർ ചോദിച്ചപ്പോൾ അതില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് വീർപ്പിക്കണതായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചില്ല, എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ ഞങ്ങൾ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ ആയ കാരണം അത്ര ഗ്രാൻഡ് ആയിട്ടുമല്ല, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ 4 ഫാമിലി, അതായത് എൻ്റെ ഫാമിലി, ചേട്ടൻ്റെ ചേച്ചിയുടെ ഫാമിലി, അച്ഛനും അമ്മയും, അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സെലിബ്രേഷൻ ആയ കാരണമാണ് കേട്ടോ ഞങ്ങൾ ആരെയും അറിയിക്കാത്തത്. ഗ്രാൻഡായിട്ട് നടത്താമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാൻ നല്ല ഗോൾഡൻ്റെ ക്യാൻഡിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ചേട്ടൻ വലിയ കാര്യത്തിൽ പോയിട്ട് എത്തിപ്പിടിച്ച്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെഡിങ്ങിൻ്റെ. അത് പറഞ്ഞു അയ്യോ വെഡിങ്ങിൻ്റെ ഒന്നും വരുന്നില്ല മാഡം, ബർത്ത്ഡേയുടെ ആണെങ്കിൽ ബർത്ത്ഡേയുടെ ഇതുണ്ട്, ബലൂണുണ്ട്. അത് കണ്ടോ, ഇപ്പോൾ അർജൻറ്റീനയുടെ ഒരു ജേഴ്സി ഇട്ടൊരു ചേട്ടൻ. എനിക്ക് ആ ചേട്ടന് വളരെ ഒരു കോമഡി പീസായിട്ട് തോന്നിയിട്ടോ. ചേട്ടൻ നമ്മുടെ എന്താ നല്ല രീതിയിൽ അത്രയും കളിയുടെ ആരാധകനാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ കിടന്ന് ഭയങ്കര എന്താ പറയുക, എനിക്ക് തമാശ പോലെ ഞാൻ തോന്നി. പക്ഷേ ആ ചേട്ടൻ ഇത്രയും ഡെപ്തിൽ ആൾ കളീനെ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ആൾക്കാർ അതിനും ഇതിനൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. അത് കൂടാതെ ഞങ്ങളുടെ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാൻഡിലും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഇത് നോക്കിയപ്പോൾ പക്ഷേ അത് വീർപ്പിക്കുന്ന ആയതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ആ ബ്രോഷർ എടുക്കണ്ട, നമുക്കത് ആവശ്യമില്ലയെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു കേട്ടോ. ബില്ലൊക്കെ അടിച്ച് കട മൊത്തത്തിലൊന്ന് പരതി, വേറെ വല്ല റേറ്റ് വല്ല സാധനങ്ങളുണ്ടോയെന്ന്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ണാടയൊക്കെ കണ്ടു. പക്ഷേ കണ്ണാട, അതായത് ഞാൻ പറഞ്ഞ ആവശ്യമില്ലാണ്ട് അത് വെറുതെ മേടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ, വെറുതെ എന്തിനാണ്. കളിക്കാരുടെ പേര് വെച്ചുള്ള കണ്ണാടയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കാൻ പോയില്ല. ചേട്ടൻ കുറേ വാശി പിടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ചേട്ടൻ കൊച്ചുമക്കളെയൊക്കെ അക്രമമാണ്, നമുക്ക് ആ കണ്ണാട മേടിച്ചാലെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെറുതെ എന്തിനാ കാശ് കളയാനെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊക്കെ നോക്കി പോകുന്നു കേട്ടോ. ഇപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ചു, എല്ലാ സാധനങ്ങളും സെറ്റാക്കേണ്ട കേട്ടോ. ചേട്ടാ അപ്പോൾ ജേഴ്സിയും കാര്യങ്ങളൊക്കെ നോക്കണ്ട. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് മക്കളിങ്ങനെ വീട്ടിലെ ജേഴ്സിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറയും ചെയ്തു, എനിക്ക് കളീനെ കുറിച്ച്, കളിയുടെ ABCD എന്താണെന്ന് അറിയാത്ത എൻ്റെ മക്കൾ കളീനെ കുറിച്ച് പറയും. ഈ ചേട്ടൻ എന്താ ഈ പറഞ്ഞ ആധികാരികമായിട്ട് എനിക്ക് കളി എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് ABCD അറിയില്ല കേട്ടോ. നമ്മുടെ ഇടയ്ക്കായിട്ട് ട്രോളൊക്കെ കാണുമ്പോൾ ഒരു പന്തിൻ്റെ മേലെ എന്തിനാണ് ഈ 10 പേര് കിടന്ന് ഓടുന്നത് എന്നുള്ള അവസ്ഥയാണ് എൻ്റെ അവസ്ഥയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കി, ഞങ്ങൾക്ക് ആ ബ്രോഷറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രോഷറും കാര്യങ്ങളൊന്നും മേടിക്കാതെ തന്നെ അവിടെ നിന്ന് പോന്നു.
പിന്നെ ഞാൻ അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൂടാതെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അമ്മയുടെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ ഡ്രസ്സ് എടുക്കണ്ടേ എന്ന് ചോദിച്ച കാരണം ഞങ്ങളിതേ ഇന്നിപ്പോൾ ടൗണിലേക്ക് എത്തിയ ടൗണിൽ ചേട്ടനുള്ള കാരണം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഓൾറെഡി ഞാൻ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കൂടി ഉള്ള കാരണം രണ്ടാളും കൂടി ഞങ്ങൾ സീമാസിൽ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത് കേട്ടോ. സീമാസിൽ ബാക്കി എല്ലാ ഡ്രസ്സും മോശമായാലും അതെ, ഷർട്ടിൻ്റെ ഒരു എന്താ പറയുക, ഷർട്ടിന് ഇതേവരെ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്തെടുത്താലും ഞങ്ങൾക്ക് അവിടെ നിന്ന് പണി കിട്ടാറുണ്ട്. പക്ഷേ ഷർട്ടിന് ഞങ്ങൾക്ക് ഇതേവരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഷർട്ടിൻ്റെ മെറ്റീരിയലും അതെ, വളരെ ചീപ്പായിട്ടാണ് ഷർട്ടൊക്കെ കൊടുക്കാറ്. പക്ഷേ നമുക്ക് എന്താ പറയുക, 1+1 ആയാലും അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഷർട്ടുകളൊക്കെ വിൽക്കുന്നത് കേട്ടോ. ഈ മെസ്സിയുടെ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ എന്തൊക്കെയാണ് പറയുക, കുറേ തോരണങ്ങളൊക്കെ കാണാണ്ട് പോർച്ചുഗലിൻ്റെയും അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ കാണാണ്ട്. ഇത് ഏതിൻ്റെയൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ മറ്റേ അർജൻറ്റീനയുടെ ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തൊക്കെ കണ്ടില്ല, കടയിൽ ഫുള്ള് കപ്പ് വരെ, മഞ്ഞക്കപ്പ്, പച്ചക്കപ്പ്, ചുവപ്പ് കപ്പ്, അങ്ങനെ പലതരത്തിലുള്ള കപ്പുകളടക്കം അവർക്ക് നല്ല ബിസിനസ് തന്ത്രം ഇറക്കി കേട്ടോ. അടിപൊളിയായിട്ട് അവർ നന്നായി യൂട്ടിലൈസ് ചെയ്ത് ചെയ്യണമുണ്ട്. അതായത് ഓരോ കാലം വരുമ്പോഴും ഓരോ ട്രെൻഡിനനുസരിച്ച് മാറാൻ ഇപ്പോൾ അവർക്ക് സാധിക്കും. ഇപ്പോൾ ഓണാണെങ്കിൽ പൂക്കളത്തിൻ്റെ ഡിസൈൻ, അങ്ങനെ പലതരം വെറൈറ്റികൾ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, കണ്ട അവസ്ഥ നമുക്കറിയാം നെയ്മറിൻ്റെ ഫോട്ടോ, വേറെ കുറേ ആരുടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ പേരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതേ വേൾഡ് കപ്പിൻ്റെ ഇത് എല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിത് സീമാസിലെത്തി കേട്ടോ. സീമാസിലെത്തി ഞങ്ങൾ ഷർട്ടിൻ്റെ സെക്ഷനിലെത്തി. ഞാൻ ചേട്ടന് വരണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഷർട്ട് വേഗം സെലക്ഷൻ കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും അച്ഛനും ഞാൻ പുള്ളിയുള്ളതാണ് എടുക്കാറ്. ഈ പ്രാവശ്യം ഞാൻ പ്ലെയിൻ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുവിധം ഇതിലത്തെ എല്ലാ ഷർട്ടും അച്ഛൻ്റെ കയ്യിലുണ്ട്. കാരണം അച്ഛനും ഞാനും മെയിനായിട്ട് ഷർട്ട് എടുക്കുക സീമാസിൽ നിന്നാണ്. അത് കാരണം ഞാൻ ഇപ്പോൾ എല്ലാ പ്രാവശ്യം എടുക്കണം, കാരണം ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് കാരണം ഞാൻ ഇപ്രാവശ്യം ഷർട്ട് പ്ലെയിൻ മതി എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. കാരണം അച്ഛന് ഇത്തിരി ഏജ് ആയല്ലോ, പക്ഷേ അച്ഛൻ ഇപ്പോഴും ചെറുപ്പമായിട്ടാണ് നടക്കുന്നത് കേട്ടോ. കാരണം 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു അച്ഛനെ കണ്ടാൽ ഇപ്പോഴും പറയില്ല. കാരണം അത്രയും ചെറുപ്പമായിട്ടാണ് അച്ഛൻ. അത്രയും നന്നായി എന്താ പറയുക, മോഹൻലാലിൻ്റെ ഒക്കെ പോലെ ബോഡി നന്നായി നോക്കണം, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അച്ഛൻ നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ചേച്ചി നന്നായി മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഞാനങ്ങനെ ബോഡീനെ കുറിച്ച് അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളേ അല്ല. അപ്പോൾ ചേട്ടൻ വരണുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയേണ്ടി എവിടെയാണെന്ന് ചോദിച്ചു. ചേട്ടനും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ജസ്റ്റ് എല്ലാ ഷർട്ടിൻ്റെ സെക്ഷനിലും ഒന്ന് പോയി പരത്തി നോക്കി. അപ്പോൾ ഞങ്ങൾ വേഗം ചേട്ടൻ വന്ന അവസരം എനിക്ക് ഷർട്ട് സെലക്ട് ചെയ്ത കാരണം ചേട്ടനും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വേറൊരു ഷർട്ടാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ ഷർട്ട് പക്ഷേ വളരെ ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞു ഇത് മതി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു വന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഷർട്ടൊക്കെ വേഗം തിരഞ്ഞെടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു എവിടെയാണ് 14, അച്ഛൻ ഹാഫ് സ്ലീവ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഹാഫ് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് പോയി. ഞാൻ അപ്പം തന്നെ എനിക്ക് കണ്ട അവസരം എനിക്ക് ലാവൻഡർ കളർ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ വേഗം തട്ടിയെടുത്തത്. അപ്പോൾ അതും പിടിച്ച് ഞാൻ ചേട്ടൻ വരണവരെ കുറച്ച് നേരം നടന്ന്. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ ഈ കളർ കാണിച്ചു കൊടുത്തിട്ടോ. കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടന് ഇത് പിടിച്ചില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേറെ വല്ല മോഡൽ എടുക്കടിയെന്ന്. പക്ഷേ എനിക്ക് എന്താണോ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വെറൈറ്റി പല കളർ വെറൈറ്റി ഇട്ടാം. പിന്നെ ചാക്ക് തുണി പോലത്തെയാണ് എൻ്റെ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ ചാക്ക് തുണി പോലത്തെ ഷർട്ടാണ്. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് കാണുമ്പോൾ തന്നെ ചാക്കിൻ്റെ തുണി പോലെ ഇട്ട് വേണ്ട വേണ്ടാന്ന്. പക്ഷേ ചേട്ടൻ പറഞ്ഞു അത് വെറൈറ്റി അടി. പക്ഷേ ഞങ്ങൾ അത് എടുക്കാൻ പോയില്ല കേട്ടോ. ഞാനിതിൽ ഏത് കളർ ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഞാനൊരു ലാവൻഡർ കളർ ഷർട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ അച്ഛന് ഇല്ലാത്തൊരു കളറാണ് ലാവൻഡർ കളർ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലാവൻഡർ കളർ ഷർട്ട് ഞാൻ അച്ഛനെടുത്തത്. പിന്നെ അച്ഛന് പ്ലെയിൻ കളർ ഷർട്ട് അച്ഛന് ഇടലില്ല. അച്ഛൻ പ്ലെയിൻ കളറല്ല മിക്കതും ഈ പുള്ളി വള്ളി. അച്ഛന് 64 വയസ്സായി, പക്ഷേ അച്ഛന് എപ്പോഴും അതേ ചെറുപ്പമായിട്ട് മറ്റേ പുള്ളി വള്ളി അങ്ങനത്തെ ഷർട്ടുകളാണ് ഞാൻ മെയിനായിട്ട് എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കളറാണ്. ഇതിൽ നമ്മുടെ ഫോണിൽ കാണുമ്പോൾ ഇത് പിങ്കിഷ് ആയിട്ടാണ് കാണുക, പക്ഷേ ഇത് ചെറുതായ ലാവൻഡർ കളറാണ്. ലാവൻഡർ കളർ ഷർട്ടാണ് ഞാൻ എടുത്ത് നൽകിയത്. എനിക്ക് വളരെയധികം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കളർ എന്താണാവോ ഭയങ്കര ഇഷ്ടമാണ്. ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ അത്. അതുപോലെ നല്ല വെറൈറ്റി നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പോകാത്തവരാണെങ്കിൽ സീമാസിൽ പോയി ഷർട്ടിന് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഷർട്ടിന് ഞങ്ങൾക്ക് ഇതുവരെ പണി കിട്ടിയിട്ടില്ല. വേറെ എന്തെടുത്താലും പണി കിട്ടാറുണ്ട്, പക്ഷേ ഷർട്ടിന് ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു. കാരണം എനിക്ക് വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ചെന്ന് വേഗം ഈ ഷർട്ട് എടുത്ത് ഇത് വേഗം പാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് ഇന്ന് എന്താ പറയുക, ബില്ലടിക്കണോടത്ത് നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ബില്ലടിക്കാൻ നിന്നു, ചേട്ടൻ ക്യാഷ് കൗണ്ടറിൽ നിന്നു. അത് കാരണം ഞങ്ങളുടെ വേഗം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ.
എനിക്കിവിടെ നിന്ന് ഈ ഷർട്ട് ഇപ്പോൾ ചേട്ടനെ അപ്പോഴും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചാക്ക് തുണിയുടെ ഷർട്ട് എടുക്കുക, ചാക്ക് തുണിയുടെ ഷർട്ട് എടുക്കുക. പക്ഷേ എനിക്കതെന്താണോ എനിക്കതങ്ങനെ പിടിച്ചില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ ചാക്കിൻ്റെ പോലെ തന്നെ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അതെടുത്തില്ല. ഞാൻ എടുത്തത് ഈ ഷർട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ക്യൂവിൽ നിന്ന കാരണം വേഗം ഞങ്ങളുടെ പണി വേഗം കഴിഞ്ഞു. അപ്പോൾ അതേ ക്യൂവിൽ ഇതേ നിങ്ങൾക്ക് കാണുമോ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ ദേ വീണ്ടും ആ ചാക്ക് തുണിയുടെ ഷർട്ട് എടുത്ത് പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തല്ലുകൂടി. എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ചേട്ടൻ പറഞ്ഞു ഇതും നല്ല തന്നെയാന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ സമ്മതത്തിനാണ് ആൾ നിന്ന്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്നും സ്ഥിരമായിട്ടൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് ഞങ്ങൾ എന്നും ഡ്രസ്സ് എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ആ ചേച്ചിനെയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞു. കാരണം ഞാൻ എപ്പോൾ സെലക്ട് ചെയ്യാൻ പോയാലോ അതെ ആ ചേച്ചി എന്ത് പറഞ്ഞോ അതാണ് ചേട്ടൻ അനുസരിക്കാറുള്ളൂ. പക്ഷേ മെയിൻലി ആ ചേച്ചി എൻ്റെ ഇഷ്ടത്തിനാണ് സപ്പോർട്ട് ചെയ്യാറ് കേട്ടോ. ചേച്ചി പറയും ഈ മോളെടുത്താണ് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ സെലക്ട് ചെയ്ത് ഷർട്ടാണ് എടുക്കാറ്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്യാത്ത കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ ഇന്നുണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞ ചേച്ചി വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ ഷർട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഓഫർ പ്രൈസിലുള്ള ഷർട്ട് ജസ്റ്റ് നോക്കാമെന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ഞാനിപ്പോൾ നോക്കിയാൽ എന്തായാലും എടുക്കും അത് കാരണം വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഷർട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനെ പറഞ്ഞാൽ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മിണ്ടാണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതേ ഈ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്